മൂന്നാറിൽ വിനോദസഞ്ചാരികളുമായുള്ള പ്രദേശവാസികളുടെ ഏറ്റുമുട്ടൽ സംഘർഷ വാർത്തകൾ അടുത്ത കാലത്തായി ഏറി വരികയാണ്. ഇന്നും അത്തരത്തിൽ ഒരു സംഘർഷം നടന്നു മൂന്നാറിൽ. വിനോദസഞ്ചാരികളും വഴിയോര കച്ചവടക്കാരും ജീപ്പ് ഡ്രൈവർമാരും തമ്മിലാണ് സംഘർഷമുണ്ടായത്. വിനോദസഞ്ചാരികളുമായി എത്തിയ ബസ് മരക്കമ്പുകൾ ഉപയോഗിച്ച് അടിച്ച് തകർക്കാനും ശ്രമം നടന്നു. എന്താണ് ഈ പ്രശ്നത്തിലേക്ക് നയിച്ച കാരണം? സംഘർഷത്തിന് പിന്നാലെ എന്ത് സംഭവിച്ചു എന്നെല്ലാം വിശദമായി പറയും ജയനസ് രാജു. മൂന്നാറിന് സമീപം ടോപ്പ് സ്റ്റേഷനിലാണ് ഈ അക്രമ സംഭവം ഉണ്ടായത്. ഇന്നലെ വൈകുന്നേരം 5 മണിക്ക് ശേഷമായിരുന്നു ഈ സംഭവം. കൊല്ലത്ത് നിന്ന് എത്തിയ വിനോദസഞ്ചാരികളും അതോടൊപ്പം തന്നെ ആ പ്രദേശത്തെ ജീപ്പ് ഡ്രൈവർമാരും വഴിയോര കച്ചവടക്കാരും ഒക്കെ തമ്മിലാണ് സംഘർഷമുണ്ടായത്. വാഹനം പാർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഈ സംഘർഷത്തിൽ കലാശിച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. മരക്കൊമ്പുകൾ ഉപയോഗിച്ച് ഈ വാഹനം തല്ലി തകർക്കാൻ ശ്രമിക്കുന്നു. ഇരു വിഭാഗവും തമ്മിൽ കയ്യേറ്റം ഉൾപ്പെടെ ഉള്ള സംഭവങ്ങൾ ഉണ്ടായി. ഒടുവിൽ പോലീസ് എത്തി. പോലീസിന്റെ അകമ്പടിയിലാണ് ഈ വിനോദസഞ്ചാരികളെ മൂന്നാറിലെത്തിച്ചത്. അപ്പോൾ അത്രത്തോളം സുരക്ഷാ ഭീഷണി വിനോദസഞ്ചാരികൾക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. ഇതിനു മുമ്പും സമാനമായിട്ടുള്ള സംഘർഷങ്ങൾ മൂന്നാർ മേഖല കേന്ദ്രീകരിച്ച് ഉണ്ടായിട്ടുണ്ട്. ഈ സംഘർഷം നടന്ന ടോപ്പ് സ്റ്റേഷൻ അതിന് സമീപം തമിഴ്നാട് മേഖലയാണ്. അപ്പോൾ ആ പറയുന്ന ഭാഗം എന്ന് പറയുന്നത് കൊരങ്ങണി പോലീസ് സ്റ്റേഷനാണ്. അപ്പോൾ ഇവിടെ നിന്നുള്ള പോലീസിന് കേസ് രജിസ്റ്റർ ചെയ്താൽ പോലും കൊരങ്ങണി പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറുക മാത്രമാണ്, FIR കൈമാറുക മാത്രമാണ് ചെയ്യാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ കൃത്യമായിട്ടുള്ള നിയമ നടപടി ഉണ്ടാകാറില്ല. അതാണ് ഇത്തരം ക്രമസമാധാന പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന സാമൂഹ്യ വിരുദ്ധർക്കെതിരെ നടപടി സ്വീകരിക്കാനുള്ള തടസ്സം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ അക്രമ സംഭവത്തിലും ഇതുവരെ പോലീസിന് പരാതിയൊന്നും ലഭിച്ചിട്ടില്ല. പോലീസ് സ്വമേധയാ കേസെടുത്തിട്ടുമില്ല. എന്തായാലും ഇത്തരം സംഭവങ്ങൾ തുടർച്ചയായി ഉണ്ടാകുന്നത് മൂന്നാറിൻ്റെ വിനോദസഞ്ചാര മേഖലയാണ് ബാധിക്കുന്നത്. മൂന്നാർ ഒരു സുരക്ഷിത ഇടമല്ല എന്ന തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടാൻ ഇടയുള്ള സംഭവങ്ങളാണ് തുടർച്ചയായി ഉണ്ടാകുന്നത്. ഒരു ഘട്ടത്തിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചുണ്ടായപ്പോൾ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് കൃത്യമായിട്ടുള്ള ഇടപെടലും അതോടൊപ്പം തന്നെ നിയമ നടപടിയും ഉണ്ടായിരുന്നു. പിന്നീട് പക്ഷേ അത് ഉണ്ടായില്ല. ഇതാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാൻ ഇടയാക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ സംഭവത്തിലും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു.